കാരണഭൂതന്റെ മരുമകനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുള്ളതാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അവനും ഭാര്യ തമ്മിൽ പിരിയാൻ കാരണം ഇവന്റെ ഈ മറ്റേ കള്ളമരം കരീമുമായിട്ടുള്ള ചില പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളും കാര്യങ്ങളും. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയും കോൺഗ്രസിന്റെ യുവ വനിതാ നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവാദ യൂട്യൂബറും ഓൺലൈൻ മാധ്യമ പ്രവർത്തകനുമായ രാജൻ ജോസഫ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇയാളുടെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഇടതുപക്ഷ UDF പ്രൊഫൈലുകൾ തമ്മിലാണ് സൈബർ ലോകത്ത് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. രാജൻ്റെ അറസ്റ്റും ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിഷ്വൽസും അടക്കം UDF പ്രവർത്തകർ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് രാജനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. രാജൻ ജോസഫിൻ്റെ അറസ്റ്റ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ആഭ്യന്തര വകുപ്പിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ രൂക്ഷമേറിയ വിമർശനങ്ങളുമായി ഇടതു പ്രൊഫൈലുകൾ സജീവമായി രംഗത്തുള്ളത്. എന്നാൽ രാജൻ ജോസഫിനെ ന്യായീകരിക്കാനിറങ്ങുന്ന ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചില വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ഇടതുപക്ഷ പ്രവർത്തകർക്ക് വേണ്ടി ഈ ചാനലിലൂടെ, ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ വീഡിയോയിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫുമായി ബന്ധപ്പെട്ട് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും കണ്ടിരിക്കേണ്ട വീഡിയോ എന്ന ആമുഖത്തോടെ ഞങ്ങൾ കാണിക്കുന്ന വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഭേദമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും കടന്നാക്രമിക്കുന്ന രാജൻ ജോസഫിൻ്റെ ശൈലിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ചയാക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഉറക്കമിളച്ച് പണിയെടുത്ത മാധ്യമപ്രവർത്തകരിൽ പ്രധാനപ്പെട്ടയാൾ തന്നെയാണ് രാജൻ ജോസഫ്. രാജൻ ജോസഫിൻ്റേതായി പുറത്തു വന്ന വീഡിയോകൾക്ക് ഇടതുപക്ഷ പ്രൊഫൈലുകൾ വ്യാപകമായ പ്രചാരണവും നൽകിയിരുന്നു. ഒരു പരിധിവരെ രാജൻ ജോസഫിൻ്റെ വീഡിയോകൾക്ക് പ്രചരണം നൽകിയത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നതും വസ്തുതയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള, പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം രാജൻ ജോസഫ് ചെയ്തിരുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇടതുപക്ഷത്തിന് വേണ്ടി, CPMന് വേണ്ടി തേജോവധം ചെയ്യുക എന്നതായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ തേജോവധനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഏറ്റവും അശ്ലീലം കലർന്ന ആരോപണങ്ങൾ പോലും ആധികാരികം എന്ന് തോന്നുന്ന വിധത്തിൽ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടാണ് രാജൻ ജോസഫ് ഇടതുപക്ഷത്തെ സഹായിക്കുവാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ രാജൻ ജോസഫിൻ്റെ ഇത്തരം വൃത്തികെട്ട വീഡിയോകളാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ UDF നേതാക്കളെയും കുടുംബാംഗങ്ങളെയും അപകീർത്തിപ്പെടുത്തുവാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നത്. ഇത്തരത്തിൽ രാജൻ ജോസഫിൻ്റെ ഈ അപവാദ പ്രചരണത്തിന്, അശ്ലീല പരാമർശങ്ങൾക്ക് ഇരയായ ഒരു കോൺഗ്രസ് നേതാവ് മാത്രമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. എന്നാൽ രാജൻ ജോസഫ് കോൺഗ്രസ്സുകാരെക്കുറിച്ചോ UDFകാരെക്കുറിച്ചോ മാത്രമല്ല ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് എന്നത് ഇടതുപക്ഷ പ്രവർത്തകർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ചാനലിലൂടെ ഇപ്പോൾ പ്രേക്ഷകർക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കുമായി പങ്കുവെക്കുന്നത്. നമുക്കാദ്യം ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അവിടെയാണ് കാരണഭൂതന്റെ പ്രശ്നം. കാരണഭൂതനെ സംബന്ധിച്ചിടത്തോളം കാരണഭൂതന് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണഭൂതന്റെ മരുമകനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുള്ളതാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അവനും ഭാര്യ തമ്മിൽ പിരിയാൻ കാരണം ഇവന്റെ ഈ കള്ളമരം കരീമുമായിട്ടുള്ള ചില പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളും കാര്യങ്ങളും. പ്രകൃതി വിരുദ്ധ ഒന്നും പറയുന്നില്ല, ബൈസെപ്ഷ്യൽ ആകുന്നതിന് കുഴപ്പമില്ല. പുരുഷനും തമ്മിലാവാം, സ്ത്രീയും തമ്മിലാവാം, ഒരേ സമയം അതാവാം. പക്ഷെ പറയണം, തുറന്നു പറയണം, ചതിക്കരുത്. ആ വഞ്ചനയ്ക്കകത്ത് അത് മാത്രമല്ല, ഭാര്യയെ വളരെ ക്രൂരമായിട്ട് കാരണഭൂതന്റെ മനുവൻ ആക്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്ത ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതാ. അവളെ ബാച്ചിലുള്ള ഒരുപാട് പേരെ അറിയാം. അവളൊന്ന് വലിയ നേതാവാ, വിദ്യാർത്ഥി. നോക്കൂ, ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി, CPM രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നേതൃനിരയിൽ നിലകൊള്ളുന്ന രണ്ട് നേതാക്കളെക്കുറിച്ചാണ് ഇത്തരമൊരു വൃത്തികേട് രാജൻ ജോസഫ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ നേതാവ് എന്ന് പറയുന്നയാളുടെ പേര് കൃത്യമായി തന്നെ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുൻ മന്ത്രിയും ഇപ്പോൾ MLAയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എല്ലാത്തിലുമുപരിയായി പിണറായി വിജയൻ്റെ മകളുടെ രണ്ടാം ഭർത്താവുമായ മുഹമ്മദ് റിയാസാണ് ഇതിലെ ഒരു കഥാപാത്രം.
രണ്ടാമത്തെ കഥാപാത്രത്തിൻ്റെ പേരൽപ്പം തെറ്റിച്ചാണ് രാജൻ ജോസഫ് പറയുന്നത്. എന്നാലും രാഷ്ട്രീയ ബോധമുള്ള എല്ലാ മലയാളികൾക്കും അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എളമരം കരീം എന്ന CPM-ൻ്റെ സംസ്ഥാന നേതൃനിരയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് എന്ന് മനസ്സിലാകുകയും ചെയ്യും. ഈ രണ്ടാളുകളും തമ്മിൽ അവിശുദ്ധമായ പ്രകൃതി വിരുദ്ധമായ ഒരു ബന്ധം, ശാരീരിക ബന്ധം നിലനിന്നിരുന്നത് കൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ അയാളുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയത് എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. എത്രമാത്രം തരം താഴ്ന്ന അധപ്പതിച്ച ഒരു ആരോപണമാണ് ഇവിടെ രാജൻ ജോസഫ് ഉന്നയിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. ഇത് മാത്രമല്ല, ഇയാളുടെ ഈ വീഡിയോയിലെ തന്നെ ശൈലി ശ്രദ്ധിച്ചു നോക്കൂ. മുഹമ്മദ് റിയാസ് അയാളുടെ ആദ്യ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് രാജൻ ജോസഫ് പറയുന്നു. ആ ഒരു പറച്ചിലിന് അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിന് ആധികാരികത നൽകുവാൻ വേണ്ടി അയാൾ എന്താണ് പിന്നീട് പറയുന്നത്? തനിക്ക് ഈ വിവരം നൽകിയത് മുഹമ്മദ് റിയാസിൻ്റെ ആദ്യ ഭാര്യയെ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയപ്പോൾ അവിടെ സ്കാനിംഗ് നടത്തിയ ഡോക്ടർമാരാണെന്നൊക്കെയാണ്. ഇത്തരം തട്ടിവിടലുകളാണ് രാജൻ ജോസഫ് ഓരോരുത്തരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുമ്പോൾ തള്ളിവിടുന്നത്. ഓരോ കോൺഗ്രസ് നേതാവിനെക്കുറിച്ചും ഇത്തരത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും വൃത്തികെട്ട തരം താഴ്ന്ന ഇതിലും മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും രാജൻ ജോസഫ് ഇത്തരം ഒരു ശൈലിയാണ് അവലംബിച്ച് പോന്നിരുന്നത്. ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെയും എളമരം കരീമിൻ്റെയും കുടുംബാംഗങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? മുഹമ്മദ് റിയാസിനെയും എളമരം കരീമിനെയും നേതാവായി കാണുന്ന CPM അണികൾക്കും സൈബർ പോരാളികൾക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? വളരെ സ്വാഭാവികമായും രാജൻ ജോസഫിനോട് ഇവർക്ക് ശക്തമായ അമർഷമുണ്ടാകുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാജൻ ജോസഫിനെതിരെ ഇവർ പരാതി കൊടുക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാജൻ ജോസഫ് അറസ്റ്റിലാകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അറസ്റ്റിലായാൽ ഇയാൾക്ക് ജാമ്യം കിട്ടരുതെന്നും അവർ ആഗ്രഹിക്കും. അത്തരത്തിൽ വളരെ സ്വാഭാവികമായി സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ പരാതിയിൽ രാജൻ ജോസഫ് അറസ്റ്റിലാകുമ്പോൾ അത് ആഘോഷമാക്കുന്ന സമൂഹ മാധ്യമ പ്രൊഫൈലുകൾക്കെതിരെ തെറിവിളിയുമായി രംഗത്തെത്തിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രാജൻ ജോസഫിൻ്റെ ശൈലി ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാർ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ശൈലിയാണ്. ഇത്തരക്കാരെ കൂട്ടുപിടിച്ച് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയോ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയോ ഇവർ രംഗത്തിറങ്ങരുത്. എന്നാൽ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈ തെമ്മാടിത്തരങ്ങൾക്കെല്ലാം പ്രോത്സാഹനം നൽകിക്കൊണ്ട് അയാൾക്ക് എല്ലാവിധ നിയമപരമായ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് CPM കഴിഞ്ഞ കാലങ്ങളിൽ അയാളെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ UDF നേതാക്കൾക്കെതിരെ അഴിച്ചുവിട്ടിരുന്നത്. അധികാരം നഷ്ടമായപ്പോൾ CPM അധികാരത്തിന് പുറത്തു പോയപ്പോൾ രാജൻ ജോസഫിന് രാഷ്ട്രീയ സംരക്ഷണം ഇല്ലാതായപ്പോൾ തീർത്തും അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു അറസ്റ്റും പതനവുമാണ് അയാൾക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. CPM-ൻ്റെ സൈബർ പ്രൊഫൈലുകൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇയാളെപ്പോലുള്ള വൃത്തികെട്ട ജന്മങ്ങളെ ന്യായീകരിക്കുവാൻ ഇറങ്ങിയാൽ കേരളത്തിലെ മനസാക്ഷിയുടെ മുമ്പിൽ, സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ നിങ്ങളും പരിഹാസ്യ കഥാപാത്രങ്ങളായി തീരും, വെറുക്കപ്പെട്ട കഥാപാത്രങ്ങളായി തീരും. ഏതെങ്കിലും നിലയിൽ രാഷ്ട്രീയമായി ഒരു മടങ്ങിവരവിന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു പ്രവർത്തനം അത് ഇല്ലാതാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ രാജൻ ജോസഫിനെ പോലുള്ള സൈബർ മാലിന്യങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് CPM-നുള്ളിൽ ഒരു ശുദ്ധികലശം നടക്കേണ്ടതുണ്ട്. ഏറ്റവും തരം താഴ്ന്ന നിലയിൽ ആർക്കും ബോധ്യപ്പെടാത്ത ക്യാപ്സൂളുകളും ഇത്തരം അപവാദ പ്രചരണങ്ങളുമായി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരം നിലനിർത്താം എന്നുണ്ടായ മിഥ്യാധാരണയാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര കനത്ത ഒരു പരാജയം സംഭവിപ്പിച്ചത്. അതിനാൽ തന്നെ തെറ്റുതിരുത്തുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരക്കാരെ അകറ്റി നിർത്തുവാനുള്ള ആർജവവും അതിനോടൊപ്പം നിങ്ങൾ കാണിക്കേണ്ടതാണ്. രാജൻ ജോസഫിനെ പോലുള്ള ആളുകളെ ന്യായീകരിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ട് എന്ന് കേരളത്തിലെ ഒരു മലയാളിയും വിശ്വസിക്കുന്നുമില്ല. അതിനാൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് തിരുത്തൽ ശക്തിയായി മുൻപോട്ട് പോയാൽ മാത്രമേ ഇടതുപക്ഷത്തിന് തിരികെ വരുവാനുള്ള സാധ്യതകൾ നേരിയ തോതിലെങ്കിലും ഇനി ബാക്കിയുള്ളൂ. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായും ഇടതുപക്ഷ പ്രവർത്തകർക്കായും സൈബർ പോരാളികൾക്കായും സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.